സന്തോഷമുള്ള ദൈവമക്കളെ കൈയൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ രാത്രിക്ക് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ചർച്ച് ഓഫ് ഗോഡ് കേരള റീജിയൻ്റെ അനുഗ്രഹിക്കപ്പെട്ട YP-യുടെയും സൺഡേ സ്കൂളിൻ്റെയും ഈ ശുശ്രൂഷകളിൽ എനിക്കും ഒരു ഭാഗമാകുവാൻ സർവകൃപാലുവായ ദൈവം തന്ന നല്ല അവസരത്തിന് നന്ദി പറയുന്നു. ആമേൻ. ഈ ശുശ്രൂഷകൾക്ക് ആമേൻ, ഈ ദർശനത്തിന് ഈ സമയങ്ങളിൽ ദൈവത്താൽ എഴുന്നേൽപ്പിച്ച കർത്താവിന് ദാസൻ ആമേൻ, പ്രിയ ജോമോൻ പാസ്റ്റർ, കുടുംബം ആമേൻ, മറ്റ് അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തന്മാർ, ഈ YP-യുടെ PIP-യുടെ എല്ലാ നേതൃത്വങ്ങൾ കൊടുക്കുന്ന കർത്താവിന് ദാസന്മാർ എല്ലാവരെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷകൾ ലീഡ് ചെയ്യുന്ന പ്രിയ ജസ്റ്റിൻ പാസ്റ്റർ, ആമേൻ, ഈ യൂത്തിൻ്റെ ഡയറക്ടറായി ചുമതല വഹിക്കുന്ന പാസ്റ്റർ വിജോയ്, ആമേൻ, സൺഡേ സ്കൂളിൻ്റെ ചുമതലകൾ വഹിക്കുന്ന പാസ്റ്റർ കെ ജോൺസൺ, സെക്രട്ടറി, സൺഡേ സ്കൂളിൻ്റെ സെക്രട്ടറി ബ്രദർ നെൽസൺ പീറ്റർ, ആമേൻ, ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി എന്നെ വിളിക്കുകയും എല്ലാ കാര്യങ്ങളും ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന് ദാസൻ ഷിനു തങ്കച്ചൻ, മറ്റ് എല്ലാ അഭിഷക്തന്മാരെ ഓർക്കുന്നു. ആമേൻ. മുൻകാലങ്ങളിൽ ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്ന പ്രിയ കൊച്ചുമോൻ പാസ്റ്റർ, ആമേൻ, കുടുംബം, ആമേൻ, തലമുറകളെ എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ഓർക്കുന്നു. ആമേൻ. പേര് പരിചയമുള്ള പല മുഖങ്ങളുമുണ്ട്. എന്നെക്കാൾ ദീർഘവർഷങ്ങളിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്തന്മാരെ ഓർക്കുന്നു. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും നന്ദി പറയുന്നു. ഈ ശുശ്രൂഷകൾക്ക് ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത എൻ്റെ സ്നേഹിതൻ, എൻ്റെ സഹോദരൻ എബ്രഹാം ക്രിസ്റ്റഫർ, ആമേൻ, കീബോർഡ് വായിക്കുന്ന കർത്താവിന് ദാസൻ സാംസൺ അജാൻ, ആമേൻ, വർഷിപ്പിനെ സഹായിക്കുന്ന പ്രിയ സുബിൻ, കർത്താവിന് ദാസൻ, എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. ആമേൻ. പ്രത്യേകിച്ച് നിങ്ങൾക്കെല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുന്നു. നിങ്ങളില്ലെങ്കിൽ, നിങ്ങളിന്ന് വന്നില്ല എങ്കിൽ ഈ ശുശ്രൂഷകളെല്ലാം വെറുതെയാകും. ഇത്രയും പ്രിയപ്പെട്ടവരെ ഈ ഓഡിറ്റോറിയത്തിനകത്ത് ദൈവം കൊണ്ടുവന്നല്ലോ. നിങ്ങളെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. കൈകൾ ഉയർത്തി ഒരു പ്രാവശ്യം സ്തോത്രം പറഞ്ഞിട്ട് എനിക്ക് മുമ്പേ വചനം ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസിയെ ഓർക്കുന്നു. എൻ്റെ മനസ്സിൽ എന്താണ് കർത്താവ് ഇന്ന് പകരാൻ ദൈവാത്മാവ് തന്നിരിക്കുന്നത്, അത് തന്നെയാണ് കർത്താവിൻ്റെ ദാസിയും ഇവിടെ ശുശ്രൂഷിച്ചത്. ദൈവം അദ്ദേഹത്തിന് കൊടുത്ത കാഴ്ചപ്പാടുകൾ ദൈവം അത് ശുശ്രൂഷിച്ചു. ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് തന്ന രീതിയിൽ ഞാൻ ആ ദൂതുകളൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇന്ന് കർത്താവ് എത്ര പേരോട് സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്? ഒന്ന് കൈ ഒന്ന് ഉയർത്തി ഒന്ന് കാണിച്ചാട്ടെ. ഓക്കെ, ഒന്ന് ചിരിച്ച മുഖത്തോടെ ഇരുന്നാട്ടെ. ഒരു പ്രസംഗിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് തോന്നുന്ന രീതിയിലൊന്ന് ഇരുന്നാട്ടെ. ആമേൻ, ആമേൻ. കർത്താവ് സഹായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് നിങ്ങളുമായി അപ്ഗ്രേഡ് എന്ന് പറഞ്ഞൊരു ദൂത് ഇങ്ങനെ കിടക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നൊരു ദൂത് നിങ്ങളുമായി ഒന്ന് പങ്കുവച്ച്, ആമേൻ, അതിനകത്ത് നോഹയെക്കുറിച്ച് പറയുന്ന ഭാഗം, 8-ാം അധ്യായവും 7-ാം അധ്യായവും 8-ാം അധ്യായമാണ് ഇന്ന് രാത്രി എനിക്ക് ചിന്തിക്കേണ്ടത്. 7-ാം അധ്യായം ഒരു വലിയ ജലപ്രളയം ഉണ്ടാകുന്ന ഒരു സാഹചര്യം. 7-ാം അധ്യായം ആ ഭാഗം നിങ്ങളറിയാം. ഇവിടെ ഇരിക്കുന്ന ഓരോ സൺഡേ സ്കൂൾ കുഞ്ഞിന് പോലും ആ ഭാഗങ്ങൾ അറിയാം. പക്ഷേ 7ഉം 8ഉം പ്രസംഗിക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് അതിനകത്ത് 1-2 വാക്കുകൾ മാത്രം ഒന്നും കൂടെ വിശുദ്ധ സഭയെ ഒന്ന് ഓർപ്പിച്ച് ഞാൻ പെട്ടെന്ന് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. 7-ാം അധ്യായം 1-ാം വാക്യം ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? അനന്തരം യഹോവ കൽപ്പിച്ചതെന്തെന്നാൽ, ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. ഓക്കെ, 8-ന്റെ 1 കൂടെ ഒന്ന് വായിച്ചാട്ടെ. ദൈവം നോഹയും ഒരാമയും പറഞ്ഞാട്ടെ. ഇനി നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുക.
ഒരു പ്രാവശ്യം ഈ ധാരാളം പ്രിയപ്പെട്ടവർ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നുണ്ട്. അടുത്തൊരു 1 മണിക്കൂർ നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ഇരിക്കുവാണെങ്കിലും ഇതിൻ്റെ നടുവിൽ കർത്താവ് വന്നിട്ടുണ്ട്. അവനെ ഉയർത്തുന്ന സ്ഥലങ്ങളിലെല്ലാം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ദൈവവചനത്തെ ദൈവം ഉറപ്പിക്കും. എത്ര വലിയൊരു അഭിഷക്തൻ വന്നിട്ടും അവിടെ പ്രയോജനമില്ല. അവിടെ യേശു വരാതിരുന്നാൽ യാതൊരു പ്രയോജനം ആ മീറ്റിങ്ങിനകത്തില്ല. ഒരാമേൻ പറയാമോ? ഇന്ന് നമ്മുടെ നടുവിൽ യേശു വന്നിട്ടുണ്ട്. അടുത്തത്, ഹൃദയം തുറക്കുന്ന മനസ്സോടെ എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥനയോടിരുന്നാൽ മാത്രമേ നമ്മളോട് പരിശുദ്ധാത്മാവിനെ ഇടപെടാൻ പറ്റത്തുള്ളൂ. ഒരു നിമിഷം നിങ്ങളുടെ കൈകളൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ച്, കണ്ണുകൾ അടച്ച് ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ച്, ഈ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിച്ച് ആ കൈകളൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ചിട്ട്, പ്രിയ അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തന്മാരുടെ പ്രാർത്ഥനയും അമ്മ കൈത്താങ്ങും കൂടെ ഇന്ന് രാത്രി ഞാൻ ചോദിക്കുകയാണ്. കൈകൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. എൻ്റെ മുൻതിരയിൽ ഇരിക്കുന്ന അഭിഷക്തന്മാർക്കായി ഞാൻ ഒരു പ്രാവശ്യം സ്തോത്രം പറയുകയാണ്. ഒരു പ്രാവശ്യം എല്ലാ കൈകളും ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞിട്ട് സഭായോഗങ്ങളിൽ നിങ്ങളുടെ വിശുദ്ധ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിന് ആരാധന കൊടുക്കണമെന്ന് പറയുന്ന കാരണത്താൽ ആ 2 കരം ഒന്ന് ഉയർത്താൻ പറ്റുമെങ്കിൽ 2 കരം, അല്ലെങ്കിൽ 1 കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് 1 മിനിറ്റ് ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. റാബ ശമന ഹസതേരിയ പ്രഭാതന ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ. റേസ്മാന, ഇന്ന് രാത്രി ചിലരുടെ മേലൊരു ആത്മനിയോഗം വീഴും. ഇന്ന് ചിലരുടെ മേലൊരു ആത്മശക്തിയെ ദൈവാത്മാവ് പകരും. ഈ രാത്രി മറക്കാൻ പറ്റാത്തൊരു ദൈവിക അനുഭവം കൊതിക്കുന്നവർ, കർത്താവേ എന്നെ ഒന്ന് തൊടണമേ ആ കൈകളും ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒന്നും കൂടെ കൈ ഒന്ന് ഉയർത്തട്ടെ. 1 മിനിറ്റ് 1 പൊടിക്കും കൂടെ ഒന്ന് ഉയർത്തി ഒന്ന് പിടിച്ചാട്ടെ. കൈകൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു. അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് അവന്റെ സാന്നിധ്യം ഇതിനകത്ത് വർദ്ധിച്ചു വരട്ടെ. ഓ, കൈകൾ ഉയർത്തി യേശു എന്ന് പറഞ്ഞു, യേശു എന്ന് പറഞ്ഞു, യേശു എന്ന് പറഞ്ഞു. ആലയങ്ങളെക്കാൾ വലിയവൻ, ആരാധനയ്ക്ക് യോഗ്യൻ, അമേൻ, പാസ്റ്ററിനേക്കാൾ വലിയവൻ, പ്രവാചകനേക്കാൾ വലിയവൻ, അമേൻ 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 അമേൻ, ചേർത്ത് പിടിക്കാൻ കൊള്ളാകുന്നവൻ, ചേർന്ന് നടക്കാൻ കൊള്ളാകുന്നവൻ, ആരാധിക്കാൻ കൊള്ളാകുന്നവൻ, അവൻ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. കൂട്ടുകൂടാൻ പറ്റുന്നവൻ, എല്ലാം പറയാൻ പറ്റുന്നവൻ അവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ കൈകളൊന്ന് ഉയർത്തി യേശു എന്ന് പറഞ്ഞ് 1 മിനിറ്റ് എന്ന് പറഞ്ഞ് യേശു എന്ന് പറഞ്ഞ്, യേശു എന്ന് പറഞ്ഞ്, യേശു. ഓ, 1 മിനിറ്റ് യേശു എന്ന് പറഞ്ഞ്. ഞങ്ങളുടെ മാവേലിക്കര ചർച്ചിൽ ഞാൻ ഏത് സമയം കയറുന്നതിന് മുമ്പ് തൻ്റെ ജനത്തെ യേശുവേ എന്ന് വിളിപ്പിക്കുക. ആ സമയത്ത് രോഗികൾ സൗഖ്യമാകും. ആ സമയത്തിന് ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ആത്മശക്തി അവിടെ പകരപ്പെടും. ഹമാർത്ഥന ചിന്തകൾക്ക് അതീതമായി സഭായോഗങ്ങൾ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കൈകളൊന്ന് ഉയർത്തി യേശുവേ എന്ന് വിളിച്ച്, യേശു, ഓ യേശു, മേലായ നാമം രക്ഷകനേശു, രാജാധിരാജൻ. കൈകൾ ഉയർത്തി എന്ന് പറഞ്ഞ്, ഇമ്മാനുവേ നമ്മോടു കൂടെ, സ്തുതിക്കു യോഗ്യൻ ജീവനാഥൻ. ഒരു പ്രാവശ്യം കൈയൊന്ന് ഉയർത്തി, യേശു മേലായ നാമം രക്ഷകനേശു, രാജാധിരാജൻ, ഇമ്മാനുവേ എന്നോട് കൂടെ, സ്തുതിക്കുകയോ എൻ്റെ പ്രാണനാഥൻ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം
കർത്താവെന്ന്. വായ്കൾ തുറന്ന് പറഞ്ഞേ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവ്. ഒരു പ്രാവശ്യം അവിടെ സഭയൊന്ന് പാടിയേ, എല്ലാ നാവും പാടി യേശു മാത്രം. ഒരു പ്രാവശ്യം കൂടെ എനിക്ക് നിയോഗം ദൈവം തരികയാണ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു കർത്താവ്. ആരാധന ആരാധന യേശുവേ, ആരാധന 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 ആരാധന. ഞങ്ങളുടെ എല്ലാ കിരീടങ്ങളും ഇന്ന് രാത്രി ഞങ്ങൾ നിന്റെ മുമ്പിൽ താഴെയിടുന്നു. ഞങ്ങളൊന്നുമില്ല, ഏതുമില്ല, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഒരാത്മീക നിയോഗത്തിനായി, ഒരു അപ്ഗ്രേഡിന് വേണ്ടി ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുന്നപ്പാ താഴ്ത്തുന്നു. ഈ ശുശ്രൂഷകൾക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ ഇരുട്ടിന്റെ സ്വാധീനങ്ങളും, എല്ലാ പൈശാചിക പദ്ധതികളും, എല്ലാ മുൻവിധികളും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ കരമടിച്ച് അതിന്റെ മേൽ ജയം പ്രഖ്യാപിക്കുകയാണ്. ഈ അന്തരീക്ഷവും ഈ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവിനും എനിക്കും അനുകൂലമായി മാറട്ടെ. കയ്യൊന്ന് അടിച്ച് 1 മിനിറ്റ് ആരാധന കൊടുത്താട്ടെ. അഭിഷേകം ചലിക്കട്ടെ, അഭിഷേകം മുഖത്തെ ഓടിക്കട്ടെ, അഭിഷേകം ഇരുട്ടിനെ പുറത്താക്കട്ടെ, വചനത്തിന്റെ ശക്തി വെളിപ്പെട്ടു വരട്ടെ. ഓക്കെ ഉണ്ട്, 3 കൂടുതലും ഉണ്ട്. ഓക്കെ, നോഹയും യോനയും ഏകദേശം ഒരുപോലെ ദർശനം അകത്ത് ഇട്ടെങ്കിലും നോഹയെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞതിനകത്ത് ഒരു ക്ഷമ ചോദിക്കുന്ന പ്രാർത്ഥന പോലും, ദൈവമേ തെറ്റുപറ്റിപ്പോയെന്നുള്ള ഒരു പ്രാർത്ഥന പോലും പ്രാർത്ഥിക്കേണ്ട അവസ്ഥ നോഹയ്ക്കുണ്ടായില്ല. ആമേൻ. പക്ഷേ ഞാൻ ആ യോനയെ കുറിച്ച് പറയുവാണെങ്കിലും എൻ്റെ സമയം തീരത്തില്ല, വീണ്ടും 1 മണിക്കൂർ കൂടെ വേണം. അതുകൊണ്ട് നോഹയെ കുറിച്ച് പറഞ്ഞ് പ്രിയ കർത്താവിൻ്റെ ദാസി പറഞ്ഞ ആ ദൂതും കൂടെ ചേർത്ത് വെച്ചൊന്ന് പ്രാർത്ഥിക്കുക. നോഹയെ ദൈവം വിളിക്കുകയാണ്. സൺഡേ സ്കൂളാണ്, ABCD മെസ്സേജാണ്, പക്ഷേ ആമേൻ പറയാതിരിക്കരുത്. പക്ഷേ കർത്താവാണ് നിങ്ങളെ തൊടുന്നത്. ഒരാമേൻ പറഞ്ഞാട്ടെ. ഉൽപ്പത്തി പുസ്തകം തൊട്ട് നോഹ വരെ നിൽക്കുമ്പോൾ ദൈവത്തിന് ഒത്തിരി പദ്ധതിയോടെ ദൈവം കണ്ട ഒരു മനുഷ്യനാണ്, ഒരു കുടുംബമാണ് ആദമും ഹവ്വയും. പക്ഷെ എവിടെയോ പാളിപ്പോയി, എവിടെയോ ദൈവഹൃദയത്തിൽ നിന്ന് അല്ല, ദൈവത്തിൻ്റെ സ്വപ്നങ്ങളിൽ നിന്ന് അവർ തകർന്നുപോയി. അന്ന് തൊട്ട് ദൈവം വീണ്ടും അടുത്ത തലമുറയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ ക്യാമറ, എൻ്റെ മുമ്പിൽ 2 ക്യാമറ ഇരിക്കുന്നത് പോലെ ആമേൻ, ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ ക്യാമറ ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ ദാണ്ടെ ഒരു അഭിഷക്തനെ കണ്ടെത്തി. ആ അഭിഷക്തന്റെ പേരായിരുന്നു നോഹ. ആമേൻ. ആ നോഹയെ ദൈവം വലിയൊരു പദ്ധതിക്ക് വേണ്ടി ദൈവം വിളിക്കുകയാണ്. ആമേൻ. നോഹയോട് ദൈവം പറഞ്ഞു, ഒരു പെട്ടകം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഇതെല്ലാം നിങ്ങൾക്കറിയാം, എങ്കിലും ആ ദൂതിലേക്ക് വരാൻ വേണ്ടിയാണ്. പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. ഇത്രയും വലിയൊരു ദൗത്യം ഈ മനുഷ്യനെ ദൈവം ഫരമേൽപ്പിച്ചത്, പൗലോസിന്റെ ഭാഷയിൽ ഫരമേൽപ്പിച്ചത് ആ മനുഷ്യന്റെ കഴിവോ മിടുക്കോ സൗന്ദര്യമോ കുടുംബ പശ്ചാത്തലമോ കളറോ പഠിച്ച ബൈബിൾ കോളേജോ കിട്ടിയ ഡോക്ടറേറ്റോ അല്ല, അവൻ നീതിമാനായിരുന്നു. കേട്ടവരുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറയണം. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. നീതിമാനാണെങ്കിൽ നിന്നെ തേടി ഇന്ന് രാത്രി ചില നിയോഗങ്ങൾ നിന്റെ വീട്ടിൽ വരുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ
ഒന്ന് വെളിപ്പെടുത്തി ഒരാമയും പറഞ്ഞാട്ട്. ഇത് മിടുക്കന്മാരുടെ കാലഘട്ടമാണ്. ഇത് മിടുക്കന്മാരുടെ കാലഘട്ടമാണ്. ഇത് കഴിവുള്ളവരുടെ കാലഘട്ടമാണ്. പക്ഷെ ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. ഇത് മിടുക്കന്മാരുടെ അടുക്കലേക്ക് വരുന്നതല്ല, ഇത് നീതിമാന്മാരുടെ അടുക്കലേക്ക് വരുന്നതാണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു നീതിമാൻ ഉണ്ടെങ്കിൽ, ഇപ്പം നീ പരാജയപ്പെട്ടതുപോലെ ഇരിക്കുവാണെങ്കിലും, ആത്മനിയോഗത്തിൽ ആദ്യ മിനിറ്റിൽ ഞാൻ പ്രവചിക്കുകയാണ്, ഈ വർഷം തീരുന്നതിന് മുമ്പ് നിന്റെ വീടിനകത്തൊരു അഭിഷേകത്തിന്റെ മഴ, ഒരു നിയോഗത്തിന്റെ ശക്തി ഇന്ന് രാത്രി വീഴും. ചില പെൺകുഞ്ഞുങ്ങളുടെ മേൽ, ചില യൗവനക്കാരുടെ മേൽ, ചില അഭിഷക്തന്മാരുടെ മേൽ ഇന്ന് രാത്രി അത് വീഴും. ഇന്ന് രാത്രി ഇതിനകത്ത് നീതിമാന്മാരുണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് പ്രതികരിച്ചൊരാമയം പറയുക. ആരാസിയാർത്ഥന പ്രഭാതന സെതേരിയ ആർജാഥന പ്രഭാതന. പാസ്റ്റർ, ഇന്ന് ഇതിനകത്ത് വന്ന ചില നീതിമാന്മാരുടെ മേൽ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ, എൻ്റെ വിശ്വസ്തത, എൻ്റെ അവസ്ഥ, ഒരിക്കലും ഞാൻ ഈ സഹോദരി പറഞ്ഞതുപോലെ ദൈവ നിയോഗത്തിന് വിരോധമായി സഞ്ചരിക്കത്തില്ല, ദൈവ പദ്ധതിക്ക് വിരോധമായി സഞ്ചരിക്കത്തില്ല. അങ്ങനെയുള്ള ഉയർച്ച എനിക്ക് വേണ്ട. ദൈവം എന്നെങ്കിലും എന്നെ ഉയർത്തിയാൽ മതി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ കയറിയ ചിലരുണ്ടെങ്കിൽ, ഇത് നിന്റെ സമയമാണ്. ഇത് നിന്റെ മേലൊരു പകർച്ച വീഴുന്ന സമയമാണ്. ഇതാരാ ഇതിന് ആമയം പറയുന്നത്? കഴിവ് കൊണ്ട് ഞാൻ കേറത്തില്ല, മിടുക്ക് കൊണ്ട് ഞാൻ കേറത്തില്ല. ദൈവം എന്നെ ഉയർത്തിയാൽ മതി എന്ന് പ്രാർത്ഥനാ റൂമിൽ ആവർത്തിച്ചു പറഞ്ഞ ചില നീതിമാന്മാരുടെ മേൽ ഒരു പകർച്ച വീഴുകയാണ്. കൈ അടിക്കുവാണെങ്കിൽ നല്ലവണ്ണം അടിച്ച് ഒരാമയം പറഞ്ഞതിനെ സ്വീകരിക്കണം. ചില ദൈവദാസിമാരുടെ മേൽ ഒരു അഭിഷേകം വീഴാൻ പോകുകയാണ്, ഒരാത്മ പകർച്ച വീഴാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഈ സഹോദരി പറഞ്ഞ വാക്കുപോലെ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. പാസ്റ്ററെ, ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഒരാമയം പറയുവാണെങ്കിൽ ആമയം പറയണം. ആമേൻ. നിന്റെ മേച്ചിൽപ്പുറങ്ങളിൽ നീ ഓക്കെ ആണെങ്കിൽ, ദാവീദേ, നിന്നെ അഭിഷേകം ചെയ്ത് തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു ആമേൻ പറയണം. ഒത്തിരി സമയം എൻ്റെ മുമ്പിലില്ല. ഉള്ള സമയത്ത് പ്രാപിച്ചോണം, ഉള്ള സമയത്ത് പ്രതികരിച്ചോണം. വിശ്വസിക്കുന്നവർ ആമേൻ പറയുക. രണ്ട് നിരയിലിരിക്കുന്ന ചില അഭിഷക്തന്മാർ, ഈ മുൻനിരയിലിരിക്കുന്ന അഭിഷക്തന്മാരോട് ഞാൻ ദൂത് പറയാ. ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഒത്തിരി കരഞ്ഞിട്ടുണ്ട്, ഒത്തിരി നിലവിളിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറയുക. ആമേൻ. വിശ്വസിക്കുന്നവർ ആമേൻ പറയുക. ആമേൻ. സഹോദരിമാരോട് ഞാൻ ദൂത് പറയാ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. കരയാൻ ഒരു കാലമുണ്ടെങ്കിൽ, ആമേൻ, ആർപ്പിടാൻ ഒരു കാലമുണ്ട്. കൈയൊന്ന് ഉയർത്തി ഒരു ആർപ്പിട്ടാട്ടെ, ശബ്ദം ഉയർത്തി ഒന്ന് ആർപ്പിട്ടാട്ടെ. വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി ആമേൻ പറയണം. ഈ പന്തലിന്റെ പുറത്ത് വാഹനത്തിൽ ചാരിയിരുന്നെങ്കിൽ ഒരു ആമേൻ പറയണം. അവിടെ പോലും നിന്നെ തൊടുന്ന ഒരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. കൈകൾ അടിച്ച് ഒരു മിനിറ്റ് ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ആ സഹോദരി പറഞ്ഞ അതേ വാക്ക് ഞാൻ പറയുമ്പോൾ നിങ്ങളൊന്ന് ആമേൻ പറയണം. അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തും. വിശ്വസിക്കുന്നവർ ആമേൻ പറയുക. സമ്പന്നന്മാരുടെ കൂടെ അവൻ ഇരുത്തും. ഇന്ന് രാത്രി വിശ്വസിക്കുക. അവിടെ എവിടെയെങ്കിലും ഇരുന്ന് ഒരു ആമേൻ പറ. എന്റെ ദൈവം നിന്നെ ഉയർത്തും. നീ ഒന്നിന്റെ പുറകെ പോകണ്ട, നീ മിടുക്ക് കാണിക്കണ്ട, കഴിവ് കാണിക്കണ്ട. ഓ, നിനക്കൊരു ശുശ്രൂഷയുണ്ടെന്ന് തെളിയിക്കണ്ടോ? എന്റെ ദൈവം നിന്നെ ഉയർത്താൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഓ രബ സതരബ ഹേ റസതോരിയ. വലിയ ആത്മനിയോഗം ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. നോഹയെ ദൈവം ഈ ദൗത്യം ഏൽപ്പിക്കാൻ കാരണം കഴിവല്ല, മിടുക്കല്ല, ഇടിച്ചു കയറിയതല്ല. സ്തോത്രം പറഞ്ഞാട്ടെ. ഇടിച്ചു കയറിയതല്ല. പക്ഷേ
അദ്ദേഹത്തെ ഇത്രയും വലിയ ദൗത്യം ഏൽപ്പിക്കാൻ കാരണം അവൻ നീതിമാനായിരുന്നു. കൈകളൊന്ന് ഉയർത്തിയെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ നീതിമാനാകട്ടെ. ഇന്ന് രാത്രി ഒരു നീതിമാന്റെ അഭിഷേകം ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ആ കൈയൊന്ന് ഉയർത്തിയെന്ന് പറഞ്ഞേ, കൈയൊന്ന് ഉയർത്തിയെന്ന് പറഞ്ഞേ. നീതിമാൻ നോഹ ആരായിരുന്നു? ശബ്ദം ഉയർത്തി പറഞ്ഞേ, നീതിമാൻ. ദൈവം ആരെ എഴുന്നേൽപ്പിക്കുന്നേ? ആരുടെ മേലാ ദൈവം ചിലത് പകരുന്നേ? ഒറ്റ വാക്ക് ഞാൻ പറയാം. ദാവീദിനോട് പറഞ്ഞ വാക്ക് തന്നെ ഞാൻ എടുത്തു പറയാം. ദാവീദിനോട് പറഞ്ഞ വാക്കുണ്ട്, നീ മേൽച്ചിപ്പുറങ്ങളിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടു. എവിടെ വെച്ചാ കണ്ടേ? ആമേൻ. ചർച്ചിനകത്തിരുന്നപ്പോഴല്ല. കേട്ടവരുണ്ടെങ്കിൽ ഒരു ആമേൻ പറയണം. ആമേൻ. ബൈബിൾ കോളേജിൽ പഠിച്ചപ്പോഴല്ല. ആമേൻ. ആമേൻ. പ്രസംഗിച്ചപ്പോഴല്ല. ഒരു കേട്ടവരുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറയണം. ക്യാമ്പിന് അറ്റൻഡ് ചെയ്തപ്പോഴല്ല, പാടിയപ്പോഴല്ല. നിന്റെ മേൽച്ചിൽപ്പുറങ്ങളെ നോക്കുന്ന ഒരു ദൈവമുണ്ട്. ഒന്നും കൂടെ ഞാൻ ആ വാക്ക് പറയാം. കൈ ഉയർത്തിയൊരാമേൻ പറയണം. നിന്റെ മേൽച്ചിൽപ്പുറങ്ങളെ നോക്കുന്ന ദൈവമുണ്ട്. നിന്റെ മേൽച്ചിൽപ്പുറങ്ങളിൽ നീ ഓക്കെ ആണെങ്കിൽ തക്ക സമയത്ത് നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവരാമേൻ പറയുക. ഉടലിയ രമന സന്തന പ്രഭാതന. ജോമൻ പാസ്റ്റർ എന്നോട് കർത്താവ് ഒരു വാക്ക് പ്രവചിച്ച് പറയുകയാണ്. ഈ കൂട്ടത്തോട് കൈമാറാൻ പറയുന്നു. ഈ ദിവസങ്ങളിൽ നീ പോലും അറിയാത്ത ഒരു എഴുന്നേൽപ്പ് നിന്റെ വീടിനകത്തുണ്ടാകും. വിശ്വസിക്കുന്നവർ കൈയൊന്ന് ഉയർത്തി വരാമേൻ പറയുക. അമേൻ. താഴ്ത്തിയവർ, അമേൻ അമേൻ, ദൈവസന്നിധിയിൽ കരഞ്ഞവർ, ദൈവസന്നിധിയിൽ നിലവിളിച്ചവർ, ഇന്ന് രാത്രി തള്ളപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാമേൻ പറയുക. ഒഴിവാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരാമേൻ പറയുക. ഇന്ന് രാത്രി ഞാൻ ആ വാക്ക് പറയുമ്പോൾ കൈ അടിച്ചോ, പറ്റുമെങ്കിൽ ഒറ്റ മിനിറ്റ് ഒന്ന് കൈ ഉയർത്തിയോ, അല്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നോ ഒന്ന് പറയണം. അതുകൊണ്ട് ദൈവം നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിപ്പി. വിശ്വസിക്കുന്നവർ കൈ അടിച്ച് വായ്കൾ തുറന്ന് പ്രതികരിച്ചോണം. യേശുവിന്റെ നാമത്തിൽ സഹോദരിമാർ പ്രാർത്ഥിച്ചോണം. ചിലരുടെ കണ്ണീരിനെ ഞാൻ കണ്ടു, ചിലരുടെ വേദന ഞാൻ കണ്ടു. നിന്റെ മേൽച്ചിൽപ്പുറം ഓക്കെ ആയിരുന്നു. ഒരു മിനിറ്റ് കൈ ഒന്ന് അടിച്ച് ആത്മനിയോഗത്തിൽ ഒന്ന് പ്രതികരിച്ചോ. മധ്യഭാഗത്തിരിക്കുന്നവർ, പുറകിലിരിക്കുന്നവർ, ആമേൻ, പന്തലിന് പുറത്തിരിക്കുന്നവർ, ഇന്ന് ദൈവം ഒരു തലമുറയെ ഇവിടെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. കൈ അടിക്കുവാണെങ്കിൽ നല്ലോണം അടിക്കണം. ദൈവശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ കൈയൊന്ന് അടിച്ച് ഒരു സെക്കൻഡ് കൂടെ. ഈ ക്യാമ്പ് കഴിയുമ്പോൾ ദൈവം ഒത്തിരി നീതിമാന്മാരുടെ മേൽ ഒരു അഭിഷേകം ദൈവം ഇടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി വരാമേ പറയുക. നോഹയെ ദൈവം സെലക്ട് ചെയ്യാനുള്ള ഏറ്റവും അതിപ്രധാനമായ കാരണം നീതിമാനായി. ഈ വാക്ക് ഒന്നുകൂടെ ഞാൻ പറയണം. സങ്കീർത്തനങ്ങളിൽ ഈ വാക്ക് വളരെ പരിചയമാണ്. പഴയ നിയമ പുസ്തകങ്ങളിലെല്ലാം നീതിമാൻ എന്നുള്ള വാക്ക് വളരെ സുപരിചിതമാണ്. ആമേൻ. നീതിമാൻ എന്ന് പറഞ്ഞു തുടക്കുന്ന ആയിരക്കണക്കിന് വാക്യങ്ങൾ ബൈബിളിനകത്തുണ്ട്. ആമേൻ. നിങ്ങൾ എന്നെ കേട്ടോണേ, ഒരു സ്തോത്രം പറയണേ. അടുത്ത വാക്ക് ഇങ്ങനെയാണ്. പഴയ നിയമത്തിൽ നീതിമാൻ എന്ന ഒരഭിഷക്തനെ ആമേൻ ദൈവം സംബോധന ചെയ്തപ്പോൾ, പുതിയ നിയമത്തിൽ ഒരഭിഷക്തനെ നോക്കി ദൈവം വിളിക്കുന്നു നീതിമാൻ എന്നല്ല, വിശ്വസ്തൻ എന്നാണ്. ആമേൻ. കേട്ടവരുണ്ടെങ്കിൽ കൈ ഉയർത്തി ഒരാമേൻ പറയണം. ആമേൻ. നീതിമാനേക്കാൾ ഇച്ചിരി കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട വാക്ക് വിശ്വസ്തൻ എന്നാണ്. അല്പത്തിൽ ആമേൻ വിശ്വസ്തനായിരുന്നാൽ ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. കൈകളൊന്ന് ഉയർത്തി ഒരു സ്തോത്രം പറയുക. ഇന്ന് രാത്രി ഇതിനകത്തൊരു വിശ്വസ്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. ആ നെഞ്ചിലോട്ടൊന്ന് കൈവച്ചാട്ടെ, നെഞ്ചിലോട്ടൊന്ന് കൈവച്ചാട്ടെ. ഒരു കരം സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിയോ നാമേൻ പറഞ്ഞാട്ടെ. ആമേൻ. നെഞ്ചിലോട്ട് ഒരു കരം, വലത് കരം, ഒരു കരം സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ചാട്ടെ. ദൈവം ഇന്ന് ഈ സഭയ്ക്കകത്തുനിന്ന് വിശ്വസ്തന്മാരെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. നീതിമാന്മാരെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. അമാർത്തിയ സഞ്ജാന അർത്ഥല പ്രബോധന ഫെയ്ത്ത്ഫുള്ളായ അഭിഷക്തന്മാരെ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കുകയാണ്.
അങ്ങനാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നിന്റെ ഒന്നിനെ നീ കുഴിച്ചിടാതെ അധ്വാനിച്ച കാരണത്താൽ ഉറക്കം കളഞ്ഞ് ഏറെ അധ്വാനിച്ച്, പൗലോസ് പറയുന്ന അതേ വാക്ക് തന്നെ ഞാൻ പറയാം, അത്യന്തം അധ്വാനിച്ചു, അധികം അധ്വാനിച്ചു, ഒത്തിരി അധ്വാനിച്ചു. അതേ വാക്ക് ഞാൻ പറയാ. അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രതിഫലേച്ഛയില്ലാതെ മരിച്ചധ്വാനിച്ച ചിലതിനോട് ഞാൻ പ്രവചിക്കുക. അങ്ങനെയുള്ളവർ കൈ ഉയർത്തിപ്പിടിക്കണം. ഈ തലമുറയിൽ, നിന്റെ തലമുറയിൽ ഇതുവരെ കാണാത്തൊരഭിഷേകത്തിന്റെ നിയോഗം ഇന്ന് രാത്രി നിന്റെ മേൽ വീഴുകയാണ്. നെഞ്ചിലോട്ടൊന്ന് കൈവച്ച്, വലത് കരം ഒന്ന് ഉയർത്തി ഒന്ന് പിടിച്ച്, ഇതിനകത്ത് ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. മിടുക്കനാകാനല്ല, ദൈവം നിങ്ങളെ വിളിക്കുന്നു വിശ്വസ്തനാകാൻ, നീതിമാനാകാൻ. ആ കൈയൊക്കെ ഒന്ന് ഉയർത്തി ഒന്ന് പിടിച്ചോ. പ്രബോധന, വിശ്വസ്തൻ. പുതിയ നിയമത്തിന്റെ വാക്കാ വിശ്വസ്തൻ. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചോ. കർത്താവിന്റെ ശക്തി വ്യാപരിക്കും. വിശ്വസ്തൻ. കർത്താവിന്റെ വരവിൽ, കർത്താവ് വരുന്ന സമയത്തിന് നിങ്ങൾ ആമേൻ പറയണം. ആ വാക്ക് കേൾക്കുമ്പോൾ ഒരു ആമേൻ പറയണം. കർത്താവിന്റെ വരവിൽ നമ്മൾ നിൽക്കുമ്പോൾ ഞാനൊരു പ്രവാചകനായിരിക്കും, ഞാനൊരു അപ്പോസ്തലനായിരിക്കും, ഞാൻ വലിയൊരു ഇടയനായിരിക്കും. പക്ഷെ കർത്താവിന്റെ വരവ് വരുമ്പോ, അല്ലയോ പ്രവാചക കേറി ഫ്രണ്ടിലോട്ടിരിക്കുക എന്ന് ദൈവം പറയത്തില്ല. നിങ്ങൾ എന്നെ കേൾക്കുന്നു? അല്ലയോ അഭിഷക്ത, അല്ലയോ കൺവെൻഷൻ പ്രാസംഗിക, ഒന്ന് കേറി ഫ്രണ്ടിലോട്ടിരിക്കുന്നു പറയത്തില്ല. അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, വിശ്വസ്തനും. ബാക്കി പൂരിപ്പിക്കാൻ പറ്റുന്നവർ പറഞ്ഞോണം, വിശ്വസ്തനും നീതിമാനുമായ എൻ്റെ ദാസനെ. ആ കൈകളൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ചോ. ആമേൻ, ആമേൻ, ആമേൻ. അത് കേൾക്കാൻ ആഗ്രഹമുള്ളവരെന്ന് കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ചു. ആ അധ്യക്ഷന്റെ, കർത്താവിന്റെ ദാസന്റെ ഇരിക്കുന്ന പേപ്പർ ഒന്ന് തരാമോ? മനോഹരമായി സംഘാടകർ പ്രിന്റ് ചെയ്ത പേപ്പറാണ്. ഇന്നത്തെ മീറ്റിംഗിന്റെ എല്ലാ കാര്യവും ഇതിനകത്തുണ്ട്. ഒരു ആമേൻ പറഞ്ഞ. ലീഡിങ്ങിന്റെ പേര്, ചെയ്യുന്നയാള്, ആരാധന, അധ്യക്ഷന്റെ പേര്, എന്തിനേറെ ആശീർവാദം വരെ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് എല്ലാവരുടെയും പേരുണ്ട്. എൻ്റെ ചോദ്യം, ആമേൻ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ എന്നോട് ചോദിക്കുകയാണ്, നമ്മുടെ പേര് അവിടെ കാണുമോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പ്രവാചക മുമ്പോട്ട് കയറിയിരിക്കാൻ പറയത്തില്ല, ഒരാമയും പറയണം. ദൈവദാസ, അഭിഷക്ത മുമ്പോട്ട് കയറിയിരിക്കാൻ പറയത്തില്ല. യൗവനക്കാരുടെ ഈ പ്രയോജനപ്പെടുന്ന ദൈവദാസ ഒന്ന് കയറിയിരിക്കാൻ പറയത്തില്ല. 1000 പേരുടെ സഭയുള്ള ദൈവദാസ ഒന്ന് കയറിയിരിക്കാൻ പറയത്തില്ല. ഒറ്റ വാക്ക് അവിടെ വരുന്നേ, വിശ്വസ്തനും നീതിമാനുമായ എൻ്റെ ദാസനെ. ആ പേരാഗ്രഹിക്കുന്നവരുടെ കൈ ഒന്ന് ഉയർത്തി ഒന്ന് പിടിച്ചേ. എല്ലാ കൈകളൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ചേ. ഓ, കൈ ഒന്ന് ഉയർത്തി, 2 കരം ഒന്ന് ഉയർത്തി പിടിക്കാമോ? ഇന്ന് ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. ഈ ക്യാമ്പിന്, ഈ അഭിഷക്തന്മാരുടെ ദർശനത്തോട് ചേർന്ന് ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുക. കൈ ഒന്ന് ഉയർത്തി ഒന്ന് പിടിച്ചോ, കൈ ഒന്ന് ഉയർത്തി ഒന്ന് പിടിച്ചോ. ഓ, ഒരു പാട്ടെന്റെ മനസ്സിലേക്ക് വരുക. കാലം കഴിയുന്നു, നാളുകൾ പോയി. കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ചേ. കർത്താവിൻ വരവ് സമീപമായി. കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ചേ. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവ് സമീപമാ. കൈയൊന്ന് ഉയർത്തി എന്ന് പറഞ്ഞ്, കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവ്. കൈയൊന്ന് ഉയർത്തി എന്ന് പറഞ്ഞേ, കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവ് മഹത്വരാജനെ കീർത്തി. പാട്ടറിയാവുന്നവർ പാടിയേ. മഹത്വരാജനെ കീർത്തി, ശക്തി
പൂർത്തീകരിക്കും. ഓ യാത്ര ചെയ്യും ഞാൻ ഒന്ന് വർഷിപ്പ് കൊടുത്തേ, ആരാധന കൊടുത്തേ. ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും. ഓ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം. രണ്ട് കരം ഉയർത്തി ഒന്ന് പറഞ്ഞു, ജീവൻ വച്ചിടും. ജീവൻ വച്ചി ശബ്ദം ഉയർത്തി പാടിയേ. രക്ഷകനാ അന്ത്യശ്വാസം വരെയും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും. ഞാൻ നിങ്ങളുടെ പേര് അവിടെ ഉണ്ടോന്നാ ഞാൻ ചോദിക്കുന്നു. എൻ്റെ പേര് അവിടെ ഉണ്ടാകണമെന്ന് കൊതിക്കുന്ന വിശ്വസ്തന്മാരുടെ പ്രാർത്ഥന ഒന്ന് കൈയൊന്ന് ഉയർത്തി പറഞ്ഞ്. നേരം കാണും. ഈ PIP-ക്കകത്ത് നിങ്ങളുടെ പേരിലേക്ക് ഭാരപ്പെടരുത്. YP-ക്കകത്ത് നിങ്ങളുടെ പേരിലേക്ക് ഭാരപ്പെടരുത്. കമ്മിറ്റിക്കകത്ത് നിങ്ങളുടെ പേരിലേക്ക് ഭാരപ്പെടരുത്. അമേൻ അമേൻ. ചർച്ചിനകത്ത് അമേൻ പല കാര്യങ്ങളും നിങ്ങളെ ഒഴിവാക്കിയെങ്കിൽ ഭാരപ്പെടരുത്. ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേര് അവിടെ എഴുതുക. കൈകൾ ഉയർത്തിയ ഒരു സ്തോത്രം പറഞ്ഞു. അടുത്തിരിക്കുന്നവർ കൈ കൊടുത്ത് പറഞ്ഞേ, അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്ത് പറഞ്ഞേ, ഇത് മിടുക്കന്മാരുടെ കാലമാണ്, പക്ഷെ ദൈവം അന്വേഷിക്കുന്നത് വിശ്വസ്തനെയാണ്. അല്ലല്ല, എന്നോടല്ല, അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്ത് പറഞ്ഞേ, ഇത് മിടുക്കന്മാരുടെ കാലമാണ്, പക്ഷെ ദൈവം അന്വേഷിക്കുന്നത്. ഒരാമയും പറഞ്ഞാട്ടെ, ഒരു 3 പേർക്ക് കൈ കൊടുത്ത് പറഞ്ഞു. നിങ്ങൾ കൈ കൊടുക്കുന്നില്ലേ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈ കൊടുത്താട്ടെ, ഒരു സന്തോഷത്തോടെ കൈ കൊടുത്താട്ടെ. ഇത് മിടുക്കന്മാരുടെ കാലഘട്ടമാണ്, പക്ഷെ ദൈവം എപ്പോഴും അന്വേഷിക്കുന്നത് ആരെയാണ്? വിശ്വസ്തന്മാരെ. ദാവീദ് എല്ലാവരുമായിട്ട് ഒഴുക്കപ്പെട്ടവനാണ്, തള്ളപ്പെട്ടവനാണ്, പക്ഷെ ആ കാട്ടിനകത്ത് ദൈവത്തിന്റെ സെലക്ഷൻ വന്നു. ദൈവത്തിന് ഉയർത്താൻ പറ്റുമെന്നേ. കഴിവ് മാനദണ്ഡം അല്ലെന്ന്, മിടുക്ക് മാനദണ്ഡം അല്ലെന്ന് ഞാൻ ദൂത് പറഞ്ഞ കൈ അടിച്ച് ആമേൻ പറയണം. ദൈവം ഉയർത്തിയ ഒരാച്ചാച്ചനെ നിന്നെ താഴെ വെക്കാൻ പറ്റത്തില്ല. ഒരാമയം പറയുവാണെങ്കിൽ ആമയം പറയണം. ദൈവം നിന്നെ ലിഫ്റ്റ് ചെയ്താൽ ആർക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ദൈവം നിന്നെ അഭിഷേകം ചെയ്താൽ ഒരാൾക്കും നിന്നെ ബ്ലോക്ക് ചെയ്യാൻ കഴിയത്തില്ല. കൈ അടിക്കുവാണെങ്കിൽ നല്ലവണ്ണം കൈ അടിക്കണം. അച്ഛാ, ഞാൻ ആ ദൂത് പറയുമ്പോ ഒന്ന് പ്രതികരിച്ചോണം. സഭയെ ഒന്ന് കൈ അടിച്ചാമേ പറയണം. വിശ്വസിക്കുന്നവരാമേ പറയണം. ഇതിനകത്ത് അഭിഷക്തന്മാർ കൈ അടിക്കണം. അമാർത്ഥന സത്തനമ സഭ ഒരുമിച്ച് കൈ അടിക്കുവാണെങ്കിൽ പ്രവചിച്ച ദൂത് പറയാം. ദേശവ്യാപകമായി ഇതിന് വെച്ച പരിമിതിയെ ഇന്ന് രാത്രി ഞങ്ങൾ കൈ അടിച്ച് അതിന്റെ മേൽ ജയം പ്രഖ്യാപിക്കുക. അച്ഛാ, ഒന്ന് കൈ ഒന്ന് പിടിച്ച് നമുക്ക് ഒരുമിച്ച് ആമേ പറയാം. ഞാൻ എന്റെ സഭയെ പണിയോ പാതാള ഗോപുരങ്ങൾ. പറ സഭ ഒരുമിച്ചൊന്ന് പറഞ്ഞോ. ഞാൻ എന്റെ സഭയെ പറയച്ച ആമേ, ഞാൻ എന്റെ സഭയെ പണിയോ പാതാള ഗോപുരങ്ങൾ. ആമേൻ ആമേൻ. പറയാമെങ്കിൽ പറ. നിനക്ക് വെച്ച പരിമിതിയെ ദൈവാത്മാവ് പൊട്ടിച്ചു കളയും. കൈയൊന്ന് അടിച്ച്, സമയം പോയാലും കുഴപ്പമില്ല, 60 സെക്കൻഡ് 2 മിനിറ്റ് കൈയൊന്ന് ചേർത്തടിച്ച് പ്രവാദന കൈയൊന്ന് അടിച്ചു പ്രാർത്ഥിച്ചു. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചോണം. ഇതൊരു കാത്തിരിപ്പ് യോഗം കൂടാണ്. YP-യുടെ കാത്തിരിപ്പ് യോഗം കൂടാണ്. ഇതൊരു കൺവെൻഷൻ അല്ല. യേശുവിന്റെ നാമത്തിൽ ഒരു ദൈവ ശക്തി. നിനക്ക് വെച്ച പരിമിതിയെ കൈ അടിച്ച് അതിന്റെ മേൽ ജയം പ്രഖ്യാപിക്കുക. നിനക്ക് വെച്ച പരിമിതിയെ നിന്റെ സഭയ്ക്ക് വെച്ചത്
കൈ അടിക്കുവാണെങ്കിൽ കൈ അടിക്കണം. പുറകിലൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചോ. ഈ ടെന്റിനകത്ത് ഒരു ദൈവശക്തി വ്യാപരിക്കുന്നു. മക്കളെ, ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോ. നിന്റെ വിദ്യാഭ്യാസത്തിന് വെച്ചത്, നിന്റെ ആരോഗ്യത്തിന് വെച്ചത്, നിന്റെ ശുശ്രൂഷയ്ക്ക് വെച്ചത്, നിന്റെ സഭയ്ക്ക് വെച്ചത്, കൈ അടിക്കുവാണെങ്കിൽ നല്ലോണം അടിക്കണം. ശബ്ദം ഉയർത്തുവാണെങ്കിൽ നല്ലവണ്ണം ശബ്ദം ഉയർത്തണം. ആത്മശക്തി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്നവർ പ്രതികരിച്ചോണം. ദൈവം ചിലതിനെ ഉയർത്തും. ദൈവം ചിലതിനെ അഭിഷേകം ചെയ്യും. ദൈവം ചിലതിനെ ഉയർത്തും. ഈ ദൂത് ഞാൻ പറയുമ്പോൾ, പ്രിയ പിതാവേ, വർഷങ്ങളുടെ പരിചയം എന്നെക്കാട്ടി നിങ്ങൾക്കുണ്ട്. ഈ ദൂത് നിങ്ങളെ കത്തിക്കുക. ആത്മാവിലൊന്ന് കേറിക്കോ. ചിലർക്ക് കൈ വെക്കണമെന്നുണ്ട്. എന്റെ ജനത്തിന്, സഭയ്ക്ക് വെച്ച പരിമിതികളെ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി ഞങ്ങൾ സഭ ഒരുമിച്ച് കൈ അടിച്ച് വാ തുറന്ന്, ഇപ്പോൾ നിന്റെ വീട്ടിൽ അത്ഭുതം നടക്കുക. ഇപ്പോൾ നിന്റെ മിനിസ്ട്രിക്കകത്ത് അത്ഭുതം നടക്കുക. എന്റെ പ്രസംഗം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൾ അല്ല. മക്കളെ, കേറ. ഒരു തലമുറ ഇവിടെ എഴുന്നേൽക്കുന്നു. ഒരു സെക്കൻഡ് കൂടെ കൈയൊന്ന് അടിച്ച് ഞാനൊരു അഭിഷക്തനാണ്. എന്റെ വായിക്കകത്ത് അധികാരമുണ്ട്. ഞാൻ ചിലതിനോട് പ്രവചിക്കുക. ഇന്ന് ദൈവം ചിലത് അഴിച്ചു കളയും. ഇന്ന് ദൈവം ചിലതിനെ പൊട്ടിച്ചു കളയും. ഇന്ന് ചിലതിനെ ദൈവം ഉയർത്തും. എന്തോ ഒരു ശക്തി ഇതിനകത്ത് വ്യാപരിക്കുക. ഞാൻ പ്രസംഗിക്കുന്നത് കല്ലറയിൽ കെട്ടപ്പെട്ടയാളെ അല്ല, പുനരുദ്ധാരത്തിന്റെ ശക്തി. കൈ അടിച്ചു വായികളെ തുറന്ന് ആ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നു. ചില അഭിഷക്തന്മാരുടെ മേൽ വ്യാപരിക്കുന്നു. ചില പെൺ തലമുറകളുടെ മേൽ വ്യാപരിക്കുന്നു. പ്രാപിച്ചോണം, സ്വീകരിച്ചോണം. ആത്മശക്തിയെ ഏറ്റെടുത്തോണം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് വ്യാപരിക്കും. ഈ കുഞ്ഞിന്റെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ പ്രാപിക്കുക. പ്രബാധന ലാർത്ഥന ലേഥേരിയ ശനാഥന ലേഥേരിയ. നിന്റെ വീടിനകത്ത് വെച്ച പരിമിതികൾ ദൈവദാസന്മാർ ഒന്ന് കൈവെക്കാമെങ്കിൽ കൈവച്ചോണം. ചില മോളെ ഒന്ന് കൈവച്ചോണം. ചിലമേൽ പ്രാപിക്കുക. ഒരു മിനിറ്റ് കൂടെ കൈ അടിച്ചൊന്ന് പ്രാർത്ഥിച്ചോ. മോളെ, പരിമിതി പൊളിയും. പരിമിതി പൊളിയും. സമൂഹം വെച്ചത്, വിദ്യാഭ്യാസം വെച്ചത്, സാഹചര്യങ്ങൾ വെച്ചത്, നിന്റെ കഴിവ് വെച്ചത് പൊട്ടിമാറട്ടെ. കൈകൾ അടിച്ച് ഈ ടാലി സെക്ഷനിൽ പ്രബാധന ഒരു ആത്മ പകർച്ച ഇതിനകത്ത് സംഭവിക്കട്ടെ. അഭിഷക്തന്മാരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോണം. നിന്റെ നാവിന്റെ കെട്ടിനെ ദൈവം പൊട്ടിച്ചു കളയാൻ പോവുക.
പാസ്റ്റർമാര്, ദൈവദാസന്മാർ, ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാർ, ഞങ്ങൾ ഒരുമിച്ച് ഈ ജനത്തിന്റെ മേൽ കൈ ഉയർത്തുന്നു. ഞങ്ങൾ ആ ദൂത് വിളിച്ചു പറയുക. ഏത് ദൂത് പറഞ്ഞ പൊട്ടും, ഞാൻ എന്റെ സഭയെ പണിയോ പാതാള ഗോപുരങ്ങൾ. ആ വാക്കൊന്നും കൂടെ ഞാൻ പറയുക. ഞാൻ എന്റെ സഭയെ പാതാള ഗോപുരങ്ങൾ. ഒന്നും കൂടെ ഞാൻ പറയുക. ഞാൻ എന്റെ സഭയെ, സഭ പൊളിക്കുമെന്നല്ല, സഭയെ ദൈവം പണിയോന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് കയ്യൊന്ന് അടിച്ചു. ദൈവ നിയോഗം ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്നു. ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നെങ്കിൽ പ്രതികരിച്ചു. തീരുന്നതിനുണ്ട്. നീ വിശ്വസ്തനാണെങ്കിൽ, നീ നീതിമാനാണെങ്കിൽ, ഒരു കല്ലറയ്ക്കോ ഒരു കാരാഗൃഹത്തിനോ നിന്നെ ബന്ധിക്കാൻ കഴിയത്തില്ല എന്ന് ഞങ്ങൾ ആത്മാവിൽ പ്രവചിക്കുക. നീ പുറത്തു വരാ. പ്രതികരിച്ച് ആമേൻ പറയുക. മക്കളെ, ആ ബാക്കി നിൽക്കുന്ന ജെറ്റിന് പുറത്തേക്കുന്ന മക്കളെ കയറി നിൽക്കണം. ഇങ്ങോട്ട് കയറി നിൽക്കുക. എന്തായാലും അണ്ണ കയറി നിൽക്കുക. ദൈവ ശക്തി വ്യാപരിക്കട്ടെ. ഒരു വിശ്വസ്തനിക്ക് വേണമെന്നുള്ള ഞാൻ പറയുന്നത് ശുശ്രൂഷയുടെ പകർച്ചയല്ല. എനിക്ക് ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും ദൈവദാസന്മാരുണ്ടെങ്കിൽ ഈ ഫ്രണ്ടിലോട്ട് നോക്കാം. പ്രസംഗം ഒരു വാക്കായല്ലോ ഉള്ളൂ. പ്രസംഗമല്ല ഉള്ള വിഷയം. കഥാവില്ലാത്ത ചരിക്കട്ടെ. ഈ ഫ്രണ്ടിലോട്ട് നിന്നോ. എനിക്കൊരു വിശ്വസ്തനാകണം. ഒരു 7000 പോലെ ഞാനൊരു കൂട്ടത്തെ വന്നപ്പോൾ ഒരു കൂട്ടത്തെ വിഷയമായതുകൊണ്ടാണ് ആള് പറഞ്ഞത്. എനിക്ക് വിഷയം വേണമെന്ന് ഒരു കോടി വന്നേ. പക്ഷെ ഒന്നുകൂടെ എനിക്ക് ഫീലാകണം. എനിക്ക് സഹോദരന്മാരോടെ ഓടി മുമ്പിലോട്ട് കുറച്ച് പേര് ഇങ്ങോട്ട്
ഞാൻ എപ്പോഴും പാടുന്നൊരു പാട്ടുണ്ട്, വിശ്വസ്തനായിടുവാൻ. കമ്മിറ്റിക്കാരെല്ലാം കൂടെ ഒന്ന് ആലോചിച്ച് ഒരു 5 മിനിറ്റ് കൂടെ തരണേ. ഒരാമയും പറഞ്ഞാട്ടെ. ആമേൻ. എന്തായാലും നേരത്തെ വീട്ടിൽ പോയാൽ എവിടെങ്കിലും ബ്ലോക്കാകും. ഒരു മഴ പെയ്താൽ തീർന്നു. ഒരു 5 മിനിറ്റ് കൂടെ കൈകളൊന്ന് ഉയർത്തി. മോളെ, ഒരു വിശ്വസ്തന്റെ പുതപ്പ് നിന്റെ മേൽ വീഴുന്നുണ്ട്. കൈയൊന്ന് ഉയർത്തി ഒരു സ്തോത്രം പറയും. ഫെയ്ത്ത്ഫുൾ, ഫെയ്ത്ത്ഫുൾ, ഫെയ്ത്ത്ഫുൾ. നിങ്ങൾ ആ ദൂതെന്ന് കേട്ടോളൂ. പാസ്റ്റങ്ങളെ, ഈ വാക്ക് കിടക്കുന്നത് പുതിയ നിയമത്തിലാണ്. ഫെയ്ത്ത്ഫുൾ. എല്ലാവരും പറഞ്ഞ വിശ്വസ്തൻ. അടുത്തിരിക്കുന്നവരെന്ന് തൊട്ട് പറഞ്ഞ അവർ വരുമ്പോഴത്തേന് പറഞ്ഞാട്ടെ വിശ്വസ്തൻ. ഒരു 3 പേർക്ക് കൈയെടുത്ത് പറഞ്ഞ് വിശ്വസ്തൻ, വിശ്വസ്തൻ, വിശ്വസ്തൻ. അവിടെ ഒന്ന് ബാക്കിലൊക്കെ ഒന്ന് തൊട്ട് പറഞ്ഞ് വിശ്വസ്തൻ. ദേവസന്മാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വിശ്വസ്തൻ. ആ ദൂത് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ പ്രാർത്ഥിക്കണം. പൗലോസ് തീമോത്തിയോസിനെ നോക്കി പറയുന്നു, മോനെ, ഈ വിശ്വസ്തത നിന്റെ വല്യമ്മച്ചിയിലുണ്ടായിരുന്നു. ഒരാമയും പറഞ്ഞാട്ടെ. ഈ വിശ്വസ്തത നിന്റെ അമ്മയിലുണ്ടായിരുന്നു. ഒരാമയും പറഞ്ഞാട്ടെ. ഇപ്പൊ അത് നിന്റെ ജനറേഷൻ വന്നപ്പോ നീ അത് കൊണ്ട് കളഞ്ഞെന്നല്ല പറഞ്ഞേ, ആ വാക്ക് ഇങ്ങനെ പറഞ്ഞേ, അത് നിന്നിലുണ്ട്. വിശ്വസിക്കുന്നവരാമയും പറയുക, വിശ്വസിക്കുന്നവരാമയും പറയുക. ഈ സഭയെ നോക്കി ഞാൻ പറയുക, ഈ കൂട്ടത്തെ നോക്കി ഞാൻ പറയുക, നീ അത് കൊണ്ട് കളഞ്ഞെന്ന് പറയത്തില്ല, അത് നിന്റെ അകത്ത് ഉണ്ടെന്ന് പറയുന്ന അളവിൽ. പ്രാപിക്കുക, വായികൾ തുറന്നതിനെ സ്വീകരിക്കുക. ഈ സന്ദേശത്തിനകത്ത് ആമേൻ 3-4 മണിക്കൂർ പ്രസംഗിക്കേണ്ട ഒറ്റ വാക്ക് ഞാൻ ഇതിനകത്ത് റിലീസ് ചെയ്യുക. സഭയ്ക്കകത്ത് ഇന്ന് രാത്രി ഒരാത്മീക പൈതൃകം, ആമേൻ. കഴിഞ്ഞ 1 മാസമായി എന്നെ പിടിച്ച ദൂത പ്രാപിക്കാമെങ്കിൽ പ്രാപിക്കണം. ഒരു പൈതൃകം. പെന്തക്കോസിന്റെ കള്ളത്തരങ്ങളല്ല ഈ തലമുറയ്ക്ക് വീഴേണ്ടത്, പെന്തക്കോസിന്റെ പൈതൃകം. കൈകളൊന്ന് അടിച്ചൊരാമയം പറയണം. ക്രിസ്ത്യാനിറ്റിയുടെ ആമേൻ, 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 അല്ല നെഗറ്റീവ് അല്ല. ഇന്ന് രാത്രി ഒരാത്മീക പൈതൃകം. മകളെ, അത് നിങ്ങളുടെ മേൽ വീഴുന്നുണ്ട്. ആഗ്രഹമുള്ളവരൊന്നോ കേറി നിന്ന് കൈ അടിച്ചതിനെ സ്വീകരിച്ചു. ആ അപ്പച്ചനെ കൊണ്ടുവന്ന്, ആ അപ്പച്ചനെ കൊണ്ടുവന്ന് പിതാവേ ഫ്രണ്ടിൽ നിന്ന്. നിങ്ങൾ കരഞ്ഞത്, നിങ്ങളുടെ കണ്ണീന്ന് അഭിഷക്തരെ, നിങ്ങളുടെ കണ്ണീന്ന് ഈ കണ്ണീര് വന്നത് വേറൊന്നിനുമല്ല, ഒരു പൈതൃകം ഇന്ന് രാത്രി ഇതിനകത്ത് കൈമാറുന്നത് കണ്ടിട്ടാണ്. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഒരു പൈതൃകം. റിസീവ് ഒരു ലെഗസി യേശുവിന്റെ നാമത്തിൽ. കൈകൾ ഉയർത്തി ഒന്ന് പറഞ്ഞേ പൈതൃകം. പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. പറഞ്ഞു, ബാക്കിലുള്ളവർ പറഞ്ഞു. 10,000 പേരുണ്ടല്ലോ, പറഞ്ഞാട്ടെ പൈതൃകം. പറഞ്ഞോ മകളെ, ഇന്ന് രാത്രി എനിക്കൊന്ന് രാവിലെ അഭിഷേകം കിട്ടിക്കാണും, വചനം കിട്ടിക്കാണും. ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നു, നിങ്ങൾക്ക് പൈതൃകം വേണം? ആ കൈ ഉയർത്തി കാണിച്ചു. വേണ്ടുള്ളവർ അവിടെ ആരെങ്കിലും ഉണ്ടോ? കൈയൊന്ന് ഉയർത്തി ഒന്ന് കാണിക്കും. അച്ഛാ, അമ്മച്ചിയിലുണ്ടായിരുന്നു, അമ്മയിലുണ്ടായിരുന്നു, വല്യമ്മച്ചിയിലുണ്ടായിരുന്നു. മോനെ തീമോത്തിയോസേ, നീ അത് കൊണ്ട് കളഞ്ഞല്ലോ എന്നല്ല പറഞ്ഞേ, അത് നിന്നിലുമുണ്ട്. 2025 ഇന്ന് രാത്രി കർത്താവ് ഇതിനകത്ത് വെളിപ്പെട്ട് വരുമ്പോൾ കർത്താവിന് പറയണം, ആ പൈതൃകം നീ സൂക്ഷിച്ചു. കൈകളൊന്ന് ഉയർത്തിയെന്ന് പറഞ്ഞ്, അണയാത്ത ഒരഗ്നിയായി കത്തുവാൻ നിന്നഗ്നിയെ പകരണമേ. കൈകൾ ഉയർത്തിയെന്ന് പറഞ്ഞേ,
അണയാത്ത ഒരഗ്നിയായി കത്തുക നിന്നഗ്നിയെ പകരെ. കൈയൊന്ന് ഉയർത്തിയെന്ന് പറഞ്ഞേ. അണയാത്ത ഒരഗ്നിയായി കത്തുക നിന്നഗ്നിയെ. രണ്ട് കരം ഉയർത്തിയെന്ന് പറഞ്ഞേ. ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി. ഉപയോഗിക്കണേ. പാടിയേ ഉപയോഗിക്കണേ. ഒരുമിച്ച് ചേർന്ന് പാടിയേ. ഇനിയും എന്നെ ഉണർവിനായി ഉപയോഗിക്കണേ. കൈകൾ ഉയർത്തിയെന്ന് പറഞ്ഞേ. ഉപയോഗിക്കണേ ഇനിയും എന്നെ വാ തുറന്ന് പറഞ്ഞു. ഉണർവിനായി കർത്താവ് ചിലരെ തൊടുന്നു. ഉപയോഗിക്കണേ. കൈ ഉയർത്തി പറഞ്ഞു. ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി ഉപയോഗിക്കണേ. അണയാത്ത ഓരഗ്നിയാ കത്തുക നിന്നഗ്നിയെ പകരം. ഞാൻ ഈ പാട്ട് പാടിയപ്പോൾ എൻ്റെ നാവിൽ ദൈവാത്മാവ് തന്നൊരു പ്രവചന ശബ്ദം പറഞ്ഞാൽ അതിനെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ എത്ര പേർ തയ്യാറാകും? ആ വാക്ക് ഇങ്ങനെയാണ്: ഈ ക്യാമ്പ് കഴിയുമ്പോൾ ഇതിനകത്ത് പ്രാപിച്ച അഭിഷേകത്തെ വഴിയിൽ വെച്ച് നശിപ്പിച്ചു കളയാൻ നോക്കുന്ന പൈശാചിക ശക്തികൾ ഈ വർഷം തോറ്റുപോകും. വിശ്വസിക്കുന്നവരാമേ പറയുക. ഇത് കെട്ടുപോകുന്ന തീയല്ലോ, ഇത് അണഞ്ഞു പോകുന്ന ആത്മശക്തിയല്ലോ. ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. കൈ അടിക്കുവാണെങ്കിൽ നല്ലോണം അടിക്കണം. കാഴ്ചക്കാർ ആരിക്കരുത്. ഇത് കുറച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ല, ഇത് നിന്റെ ചരിത്രത്തെ തിരിക്കുന്ന ഒരു അഭിഷേകം. ഉപയോഗിക്കണേ. എത്ര പേരെന്റെ കൂടെ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി. ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി. ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി. ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ. വിശ്വസിക്കുന്നവരാമേ പറയാം. ഉപയോഗിക്കണേ. ആ കൈ ഒന്ന് ഉയർത്തി ഒന്ന് പിടിച്ചേ. എത്രയെ ഉയർത്താമോ അത്രയെ ഉയർത്തി ഒന്ന് പിടിച്ചേ. ഒരു പൈതൃകം പറഞ്ഞേ. കൈ ഉയർത്തി എന്ന് പറഞ്ഞു. പൈതൃകം പറഞ്ഞു. കൈ ഉയർത്തി എല്ലാവരും പറഞ്ഞ ലെഗസി. തകർച്ചയല്ല നീ കൈമാറേണ്ടത്. അടുത്ത തലമുറയ്ക്ക് നീ എന്താ കൈമാറണ്ടേ? അടുത്ത തലമുറയ്ക്ക് നീ കൈമാറണം ഒരാത്മീയ പൈതൃകം. കൈകൾ ഉയർത്തിയ ഒരു സ്തോത്രം പറയും. ഇവിടെ നിൽക്കുന്ന അഭിഷക്തന്മാർ ദൈവമക്കളോട് ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ചു. നിങ്ങളുടെ കൊച്ചുങ്ങൾ ഒരിക്കലും പറയരുത് എൻ്റെ അപ്പൻ ഒരു കള്ളനാണ്, എൻ്റെ അപ്പൻ ഒരു ശരിയല്ലാത്തവനാന്ന് പറയരുത്. അവർ പറയണം ഏതെങ്കിലും ഒരു യൂട്യൂബുകാരനോ ഏതെങ്കിലും വലിയ ഫ്ലെക്സിലുള്ള ഒരു പാസ്റ്ററോ അല്ല നിന്റെ കൊച്ചുങ്ങളുടെ ഹീറോ. നിന്റെ കൊച്ചുങ്ങളുടെ ഹീറോ നിന്റെ അപ്പനാകട്ടെ. അമേൻ അമേൻ. നീ ആകട്ടെ, നിന്റെ അമ്മയാകട്ടെ. അമേ കൈകൾ ഉയർത്തിയൊരു സ്തോത്രം പറയുക. കൊച്ചുങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഒറ്റ വാക്ക് ഞാൻ പറയാം. എൻ്റെ അപ്പന അടിപൊളിയ. ഒന്നുമില്ല, എൻ്റെ അപ്പനൊരു ആത്മീയന. അത് ആഗ്രഹമുള്ളൊരു കൈ ഉയർത്തിയൊരു സ്തോത്രം. ആ വാക്ക് പറഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കും. ഒരു അഭിഷേകത്തിന്റെ
കൈമാറ്റം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറഞ്ഞ പൈതൃകം. ഒരാൾക്ക് കൈ കൊടുത്ത് പറഞ്ഞ പൈതൃകം. ജോംബാസ്രേ പൈതൃകം, ജോംബാസ്രേ പൈതൃകം, പൈതൃകം, പൈതൃകം. അമ്മേ എബ്രഹാം ആശ്രേ പൈതൃകം, പൈതൃകം. അമ്മേൻ ഒരാൾക്ക് കൈ കൊടുത്ത് പറഞ്ഞ പൈതൃകം. 3 മിനിറ്റ് ഉണ്ട്. കേട്ടെ കേട്ടെ കേട്ടെ, 1 മിനിറ്റ്. നോഹ രാവിലെ പ്രസംഗിക്കുക, മഴ വരാൻ പോകുന്നു, മഴ വരാം. ആൾക്കാർ കമന്റ് അടിച്ചു, ആൾക്കാർ ഒത്തിരി നിന്നയൊക്കെ പറഞ്ഞു, ഭ്രാന്താന്ന് പറഞ്ഞു. നിങ്ങൾ കേൾക്കണം, ഭ്രാന്താന്ന് വട്ടനാന്ന് പറഞ്ഞു. പക്ഷേ അവൻ രാവിലെ പ്രസംഗിച്ചു. എന്റെ ഒരു ചിന്തയാ പറയുന്നത്. രാവിലെ പ്രസംഗിച്ചു, രാവിലെ പരസ്യയോഗം നടത്തി. മഴ വരാൻ പോന്നേ, മഴ വരാൻ പോകുന്നു. ഉച്ച കഴിഞ്ഞിട്ട് കുറച്ച് ചോറൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട്, എന്റെ ചിന്തയാണ്, ഉച്ച കഴിഞ്ഞ് പണി ചെയ്യാൻ പോയി, പെട്ടകം ഉണ്ടാക്കാൻ പോയി. ഒറ്റ വാക്ക് ഞാൻ പറയാം, പ്രസംഗിച്ചു, പ്രവർത്തിച്ചു. ഒന്നും കൂടെ പറഞ്ഞാട്ടെ, പ്രസംഗിച്ചു, പ്രവർത്തിച്ചു. എല്ലാവരും പറഞ്ഞാട്ടെ, പ്രസംഗിച്ചു. ആ വാക്കിച്ചും കൂടെ ക്ലിയർ ആവും. പ്രസംഗിച്ചു, ജീവിച്ചു. കൈകൾ ഉയർത്തി എന്ന് പറഞ്ഞാട്ടെ, പ്രസംഗിച്ചു, ജീവിച്ചു. 10-20, എനിക്ക് എത്രാന്ന് അറിഞ്ഞൂടാ, 10-25 വർഷത്തെ നോഹയുടെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ സെൻഡ് ഓഫ് കൊടുക്കുന്ന സമയത്തിന് ആരും കൂടെ ഉണ്ടായിരുന്നില്ല. കൂടെ ആരും ഇല്ലായിരുന്നു. നിങ്ങൾ എന്റെ കൂടെ വരണേ. ചില സമയത്ത് ആരും കൂടെ വരത്തില്ല, ആരും കൂടെ കാര്യത്തില്ല. പക്ഷെ അവിടെ എല്ലാം നിന്റെ പ്രസംഗത്തെക്കാൾ നീ പ്രാർത്ഥിക്കേണ്ടത് നിന്റെ കുടുംബത്തിന് വേണ്ടിയാണ്. കേട്ടവരുണ്ടെങ്കിൽ ഒരു ആമേൻ പറയുക. ഇത്ര വർഷത്തെ പ്രസംഗം കഴിഞ്ഞ് പെട്ടകത്തിലേക്ക് കയറിയപ്പോൾ നോഹ പ്രതീക്ഷിച്ചു, ഇന്ന വീട്ടിലെ തോമസ് അച്ചാൻ വരും, ഇന്ന വീട്ടിലെ അവറാച്ചാൻ വരും, ഇന്ന വീട്ടിലെ ഇന്ന ആള് വരും. ആരും വന്നില്ല. കേട്ടവരുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറയണേ. ആമേൻ. ആ പെട്ടകത്തിന്റെ വാതിൽ അടയ്ക്കുമ്പോൾ നോഹയും നോഹയുടെ കുടുംബവും മാത്രമേ ഉള്ളായിരുന്നു. എന്താ ഇന്ന് രാത്രി ഈ വാക്ക് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. നീ ലോകം മൊത്തവും നടന്ന് കത്തിച്ചില്ലേ, ലോകം മൊത്തം നീ ഇളക്കി മറിച്ചില്ലേ, നമുക്ക് നമ്മുടെ കുടുംബത്തെങ്കിലും നേടണം. ആഗ്രഹമുള്ള ഒരു കൈ ഒന്ന് ഉയർത്തി ഒന്ന് പിടിച്ചോണം. നമുക്ക് നമ്മുടെ തലമുറയെങ്കിലും ഒന്ന് നേടണം. ഓ, ഞാൻ ഇന്ന് രാത്രി ഒരു വലിയ ദൈവസ്ഥാനത്തെ അനുഭവിക്കുന്നു. കൈ ഒന്ന് ഉയർത്തി ഒന്ന് പിടിച്ചോ. ഇവിടെ നിൽക്കുന്നവരല്ല, ഇവിടെ നിൽക്കുന്നവരല്ല, ഇവിടെ നിൽക്കുന്നവർ കൈ ഉയർത്തുമ്പോൾ അവിടെ നിൽക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പാസ്റ്റർമാരെ നിങ്ങളുടെ കുടുംബം ഇവിടെ വന്നിട്ടുണ്ടോ, നിങ്ങളുടെ കുടുംബം ഇവിടെ വന്നിട്ടുണ്ടോ, ഒന്ന് പോയി പിടിക്കാമോ? ദൈവദാസന്മാരെ അവിടെ നിൽക്കുന്നവരെ ആരെങ്കിലും കുടുംബം ഉണ്ടെങ്കിൽ ഒന്ന് കൈ കോർത്ത് പിടിക്കാമോ? ഒന്ന് പിടിച്ചോ. ഞാൻ ഈ സഭയുടെ അനുഭവത്തോടെ അതങ്ങ് ചെയ്യുക. ഒന്ന് കൈ ഒന്ന് കോർത്ത് പിടിച്ചോ. നാണക്കേടല്ല. കുടുംബമായിട്ട് ബീച്ചിൽ പോകുന്നതിനെക്കാട്ടി നല്ലതാണ് കുടുംബമായിട്ട് സഭയെ വരുന്നത്. ഒരാമയും പറഞ്ഞാട്ടെ, കുടുംബമായിട്ട് കല്യാണത്തിന് പോകുന്നതിനെക്കാട്ടി നല്ലതാണ് കുടുംബത്തോടൊപ്പം കൈകോർത്തൊന്ന് പ്രാർത്ഥിക്കുന്നത്. ഒന്ന് പിടിച്ചോ, ഒന്ന് പിടിച്ചോ, മടിയില്ലെങ്കിൽ പിടിച്ചോ. കൈയൊന്ന് കോർത്ത് പിടിച്ചോ. ആമേൻ. ഒറ്റയ്ക്ക് വന്നവർ അടുത്തിരിക്കുന്നവരെ കൈയൊന്ന് പിടിച്ചോ. ആമേൻ. ഇവിടെ നിൽക്കുന്ന ദൈവദാസന്മാരെല്ലാം ഒന്ന് കൈയൊന്ന് കോർത്ത് പിടിച്ചോ. മക്കളെ, നിങ്ങളുടെ കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ചോ. ഞാൻ ആ ദൂത് ഈ റീജിയന്റെ ഈ കൺവെൻഷനകത്ത്, ഈ ക്യാമ്പിനകത്ത് ഞാൻ പ്രവചിച്ചു പറയുക, കുടുംബങ്ങളെ ദൈവം പണിയും. പാസ്റ്റർ, ഈ കാലഘട്ടത്തിൽ അനേകം കുടുംബങ്ങൾ എഴുന്നേറ്റ് വരും. തകർന്നു പോകുന്ന പെന്തക്കോസിനകത്ത് കോടതികളും കുടുംബ തകർച്ചകളും വർദ്ധിക്കുമ്പോൾ ആത്മാവിൽ ഞങ്ങൾ അഭിഷക്തന്മാർ കൈകോർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഓരവ കുടുംബങ്ങളുടെ മേൽ, അഭിഷക്തന്മാരുടെ കുടുംബത്തിനെതിരെ, അവനെതിരെയുള്ള എല്ലാ ഫൈറ്റിങ്ങുകളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ ആത്മാവിൽ പൊട്ടിക്കുക. നിങ്ങൾക്ക് എങ്ങനെയാ പ്രതികരിക്കാൻ പറ്റുന്നത്, അതിനെ പ്രതികരിക്കുക. ഓ ശബാദ, ഈ ദൂത് ഞാൻ പറയുമ്പോൾ ഈ ചർച്ചിന്റെ ലീഡേഴ്സിന്റെ പ്രാർത്ഥന എനിക്ക് വേണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബങ്ങൾക്ക്, തലമുറകൾക്ക്, പെൺതലമുറകൾക്ക്, ആൺതലമുറകൾക്ക് വെച്ച കുരുക്കിന് കൈ അടിക്കുവാണെങ്കിൽ നല്ലോണം അടിക്കണം.
പ്രാർത്ഥിക്കുവാണെങ്കിൽ നല്ലവണ്ണം പ്രാർത്ഥിക്കണം. ചില കുഞ്ഞുങ്ങൾ ഫ്രീ ആവട്ടെ. പൊട്ടിച്ചു കള. ആത്മാവിൽ അതിന്റെ മേൽ ജയമെടുക്കുക. ആത്മാവിൽ അതിന്റെ മേൽ ജയം പ്രഖ്യാപിക്കുക. ഡൈവോഴ്സുകൾ, അവിഹിത ബന്ധങ്ങൾ പൊട്ടട്ടെ. ദൈവഹിതമല്ലാത്ത ബന്ധങ്ങൾ, ഓരോ അനീതികൾ, പാവ സ്വഭാവങ്ങൾ കൈയടിച്ചതിന്റെ മേൽ ഞങ്ങൾ ജയം പ്രഖ്യാപിക്കും. ആ വാക്ക് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആരാധിച്ച് പ്രാർത്ഥിക്കണം. ഒരു വാക്കൊന്നും പ്രാർത്ഥിക്കാൻ പോകുക. അമാസന മോളെ, കർത്താവിന്റെ അഭിഷേകത്തിനെ, ദേവദാസന്മാരെ, ഒരു പ്രസംഗ കാലഘട്ടം തീർന്നപ്പോൾ ഒത്തിരി പൈസയല്ല കിട്ടിയത്, ഒരു കാറല്ല കിട്ടിയത്, തന്റെ കുടുംബത്തെ കിട്ടിയത്. കൈകളൊന്ന് ഉയർത്തി ഒരു സ്തോത്രം പറയും. ഇവിടെ നിൽക്കുന്ന അഭിഷക്തന്മാരെ നോക്കി ഞാൻ പറയാം, നിന്റെ തലമുറ നിന്നെക്കാൾ ശക്തരായി മാറും. ആമേൻ. വിശ്വസിക്കുന്നവർ ആമേൻ പറയുക. നിന്റെ തലമുറ വിശ്വസിക്കുന്നവർ കാത്തിരുന്നത് കണ്ടോണം, റെക്കോർഡ് ചെയ്തതിന് കണ്ടോണം. വിശ്വസിക്കുക അഭിഷക്ത ദൈവദാസ. നിന്റെ തലമുറ ദേശങ്ങളെ ഇളക്കും, രാജ്യങ്ങളെ ഇളക്കും, ഭൂഖണ്ഡങ്ങളെ ഇളക്കും. പൈശാചിക ലോകത്തിന് നിന്റെ തലമുറ ഒരു പേടിയായിരിക്കും. തലമുറകൾക്കെതിരെയുള്ള വെല്ലുവിളികളെ ഈ ക്യാമ്പിൽ ഞങ്ങൾ അതിനെ തകർക്കുക. എത്ര പേർക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ട്? എത്ര പേർക്കൊരു പൈതൃക ആവശ്യമുണ്ട്? ഒന്നും കൂടെ ഞാൻ ചോദിക്കുക, ഒരു പൈതൃക ആവശ്യമുള്ള കൈ ഒന്ന് ഉയർത്തി ഒന്ന് കാണിച്ചു. ആ സംസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് സഹോദരിമാർ തമ്മിൽ സഹോദരങ്ങൾ കൈ കൊടുത്ത് ചേർത്ത് കൈകൾ കൊടുത്തെന്ന് പറഞ്ഞ പൈതൃകം. ശബ്ദം ഉയർത്തി ഒന്ന് പറഞ്ഞു. പൈതൃകം. ആ വാക്ക് പറയുമ്പോൾ നിങ്ങൾ കേൾക്കണം. പൈതൃകമുള്ളവന്റെ പെട്ടകം പൊങ്ങി. ഒരാമയം പറയണം, നല്ലൊരാമയം പറയണം. ഇവിടെ വെച്ച് ഞാനിത് നിർത്തുക. 1-ാം വാക്യം 7:1, 8:1 ആയതേ ഉള്ളൂ. ഒറ്റ വാക്ക് പറഞ്ഞ് ഞാൻ നിർത്തുക. പൈതൃകമുള്ളവന്റെ പെട്ടകം. വിശ്വസിക്കുന്നവരാമയം പറയുക. വിശ്വസ്തൻ നശിച്ചു പോകത്തില്ല, വിശ്വസ്തന്മാർ തകർന്നു പോകത്തില്ല. ആമയം പറയുവാണെങ്കിൽ ആമയം പറയണം. ഇന്ന് രാത്രി ഞാൻ ആത്മാവിലെ ദൂത് പറയുക. കൈ അടിച്ച് അതിനെ ആത്മാവിൽ സ്വീകരിച്ചോണം. അഭിഷക്തന്മാർ കൈയൊന്ന് അടിച്ച് ആമേൻ. ചിലതിന്റെ പെട്ടകം പോകട്ടെ, ചിലതിന്റെ വാഗ്ദത്തം പോകട്ടെ, നിന്ദിച്ചവരുടെ നടുവിൽ അത് പോകട്ടെ. ഒരു മഴ പെയ്യാൻ പോകുകയാണ് ഇന്ന് രാത്രി, ഒരു divine rain. കൈ അടിച്ച് അല്പസമയം കൈ അടിച്ച് 1 മിനിറ്റ് ആത്മാവിനൊന്ന് സ്വീകരിച്ചോ. യേശുവിന്റെ നാമത്തിൽ കൈകൾ ചേർത്തടിച്ച് 1 മിനിറ്റ് ഈ ഇത് പറയുമ്പോൾ ജനമേല ദൈവശക്തി വ്യാപരിക്കട്ടെ. കൈകൾ അടിച്ചൊന്ന് പ്രാർത്ഥിച്ചോ. കൈകൾ അടിച്ച് ചിലരുടെ വാഗ്ദത്തം പൊങ്ങട്ടെ, ചിലതിന്റെ ശുശ്രൂഷകൾ പൊങ്ങട്ടെ. പാസ്റ്റർ ഒരു മൈക്കെടുത്തു പ്രാർത്ഥിച്ചു. ചിലത് പൊങ്ങട്ടെ. പൊങ്ങത്തില്ല എന്ന് പറഞ്ഞ ചിലത്, പൊങ്ങത്തില്ല എന്ന് പറഞ്ഞത് ചില വാഗ്ദത്തങ്ങൾ ശുശ്രൂഷിച്ചോ, പ്രാർത്ഥിച്ചു. ചില കുഞ്ഞുങ്ങളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ കൈകൾ അടിച്ച് അല്പസമയം അന്യഭാഷകളിൽ പാടിയേ. സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മമാരി കൊണ്ടു നിറയണമേ, ആത്മ
സ്വർണമാരി കൊണ്ടു നിറയ്ക്കണമേ. ദൈവത്തിന്റെ തേജസ് ഇന്നിവിടെ, ദൈവത്തിന്റെ തേജസ് ഇന്നിവിടെ. പ്രകാശിക്ക വേണം വെളിച്ചമായി, പ്രകാശിക്ക വേണം വെളിച്ചമായി. പാപത്തിന്റെ എല്ലാ അന്ധകാരവും, പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ, എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. ഓ സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ. ആത്മശക്തിയാൽ ഇന്നു നടത്തണമേ, ആത്മശക്തിയാൽ ഇന്നു നടത്തണമേ. ഓ കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും, കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നു മെഴുകുമ്പോലൊരുക്കണമേ, ഇന്നു മെഴുകുമ്പോലൊരുക്കണമേ. ഓ ആത്മനിലങ്ങളെ ഒരുക്കിടുവാൻ, ആത്മനിലങ്ങളെ ഒരുക്കിടുവാൻ. സ്വർഗ സിയോനിലെ വിത്തുവിതപ്പാൻ, സ്വർഗ സിയോനിലെ വിത്തുവിതപ്പാൻ. നല്ലവണ്ണമാത് ഫലം കൊടുപ്പാൻ, നല്ലവണ്ണമാത് ഫലം കൊടുപ്പാൻ. ആത്മതുള്ളി കൊണ്ടു നനയ്ക്കണമേ, ആത്മതുള്ളി കൊണ്ടു. ഓ വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോ മായയായ ലോകത്തിൽ ഞാൻ ചേർന്ന് നിൽക്കാതെ, മായയായ ലോകത്തിൽ ഞാൻ ചേർന്ന് നിൽക്കാതെ എൻ രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും, എൻ രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും. ഓ ദൈവത്തിന്റെ തേജസ് ഇന്നിവിടെ, ദൈവത്തിന്റെ തേജസ് ഇന്നിവിടെ. പ്രകാശിക്ക വേണം വെളിച്ചമായി, പ്രകാശിക്ക വേണം വെളിച്ചമായി. ഓ പാപത്തിന്റെ എല്ലാ അന്ധകാരവും, പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ, എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. അമ്മേ സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, സ്വർഗ സന്തോഷം കൊണ്ടാനന്ദിപ്പാൻ. ആത്മശക്തിയാലിന്നു ചേർന്ന്, ഓ ആത്മശക്തിയാലിന്നു. അല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങൾ ചേർത്ത് പറയാം, അല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഓ ഇന്നു മെഴുകുപോലൊരുക്കണമേ, ഇന്നു മെഴുകുപോലൊരുക്കണം. ആമേൻ. ആത്മനിലങ്ങളെ ഒരുക്കിടുവാൻ, ആത്മനിലങ്ങളെ ഒരുക്കിടുവാൻ. സ്വർഗ സിയോനിലെ വിത്തുവിതപ്പാൻ, സ്വർഗ സിയോനിലെ വിത്തുവിതപ്പാൻ. നല്ലവണ്ണമാത് ഫലം ചേർന്ന്, നല്ലവണ്ണമാത് ഫലം കൊടുപ്പാൻ. ആത്മതുള്ളി കൊണ്ടു ചേർന്ന് പറയാം, ഓ ആത്മതുള്ളി കൊണ്ടു. വെളിച്ചങ്ങൾ, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോ, ദൈവത്തിന്റെ ചേർന്ന് അമ്മേ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോ, ദൈവത്തിന്റെ ആത്മസന്തോഷം കൊണ്ടാണ് ചേർന്ന്. രമണ ശകല ബബ 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 അറമ ശബ്ദൽ വൈഡ പ്രബന്ധിയാനക ശരാധരാധര ചൂടമാന രേഖദാന റഖലാദ ചൂടം ജഗദം ശകന പ്രബനം അർത്ഥം ജഗദം വൈഡം ജഗദം ചുടബ രമണ ശകല ബബ 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 അർത്ഥ പ്രബന്ധിയാനക ശരാധിയാന റഖമ ശബ്ദൽ വൈഡ രേധിയാനക ശര പ്രബന്ധനാദന ഓ ശാവാ രേഖദാന റഖലാദ വൈഡമാന ദീവാനന്ദം വൈഡം ജഗദം ശകന പ്രബനം അർത്ഥം ജഗദം വൈഡ ചൂടവനന്ദം വൈഡവനന്ദം അർത്ഥമനാദം വൈഡം ജഗദം വികല പ്രബനം രാമാന വൈഡമാന റഖലാദ വൈഡമാന ദീവാനന്ദേ വൈഡേ രാമാ രേഖദാന റഖലാദ ശകല ബബ ബബ
വൈഡ പ്രവൃത്തിയാനകശരാധന അറമശന്തരാധരാധരാധരാധര ആത്മാവിന്റെ അഭിഷേകത്തിന്റെ നിറവിൽ അർത്ഥം പ്രവൃത്തിയാനകശരേധിയാന അറമശകല ഉടബലബലബല വൈഡരേധിയാനകശരാധരാധരാധര അറമശകല അർത്ഥ പ്രവൃത്തിയാനകശരേധിയാന Shakala bara bara vaidaradiyanagasharadarada Aramashabara bara bara vaidaradiyanagasharaprabandiyana അർത്ഥനാടകത വൈഡരാധിയാന കൊതിയോടെ അഭിഷേകം വേണമെന്ന കൊതിയോടെ ചില നിമിഷങ്ങൾ ആത്മാവിൽ സ്വർഗത്തോടൊന്ന് സംസാരിച്ചാട്ടെ. കൊതിക്കുന്നവരുടെ മേൽ പകരുന്ന അഭിഷേകത്തിന്റെ ശക്തിയെ ഇന്ന് രാത്രിയിൽ അങ്ങ് അയക്കണം കർത്താവേ. റാകാലവര വൈഡ പ്രബന്ധിയാനകശരാധ Amana shakala baba 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 udara vayara prabhavyana kashara prabhavyana arama shakala baba 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 vayara vyana kashara prabhavyana kashare vyana amana shakala baba 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 Hallelujah.